ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ന്യൂയോർക്ക് വരെ പോയാലോ? ഞാൻ ഇന്ന് എൻ്റെ മകനെ കാണാനായിട്ട് ന്യൂയോർക്കിലേക്ക് പോവാണ്. അപ്പോൾ JFK എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി 1 വീക്ക് ഇനി ന്യൂയോർക്കിലെ വിശേഷങ്ങളുമായിട്ട് നമുക്കിവിടെ കൂടാം കേട്ടോ. സോ വളരെ എക്സൈറ്റഡ് ആണ്. സ്കൂളിൽ ഒരാഴ്ച എനിക്ക് ലീവുണ്ട് പ്രസിഡൻസ് ഡേ പ്രമാണിച്ച്. അപ്പം ആ വീക്ക് ഫുള്ളായിട്ട് ന്യൂയോർക്കിൽ വന്ന് അർജുൻ്റെ കൂടെ ചിലവഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല തിരക്കുണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ ലോങ് വീക്കെൻഡ്. നല്ല തിരക്കുണ്ടായിരുന്നു. സോ ഇപ്പം നമ്മൾ JFK എയർപോർട്ടിലൂടെ നടന്ന് ഇനിയിപ്പോൾ ഒരു ഊബർ എടുത്തിട്ട് വേണം എനിക്ക് അർജുൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ. ഇറ്റ് ഈസ് ഇൻ മിഡ് ടൗൺ മാൻഹാട്ടനിലാണ് അർജുൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അപ്പം ഞാനിപ്പോൾ ഒരു ഊബർ എടുത്തിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് ലൈക്ക് 35 to 40 minutes ടു റീച്ച് ഹിസ് പ്ലേസ്. അപ്പം എക്സൈറ്റഡ് ആണ്. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇന്ന് ഭയങ്കര ഒരു റെയിനി ഡേ കൂടിയാണ്. സോ നമ്മളിപ്പോൾ അർജുൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് എ വെരി സ്പേഷ്യസ് 3 bedroom അപ്പാർട്ട്മെൻറ്റ്. അവൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട് ഇവിടെ. സോ ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് സൺഡേ ഐ വിൽ ബി സ്റ്റേയിങ് വിത്ത് ഹിം. അത് കഴിഞ്ഞിട്ട് മൺഡേ മുതൽ അടുത്ത സാറ്റർഡേ വരെ ഞങ്ങളൊരു ഹോട്ടൽ എടുത്തിരിക്കുകയാണ് ഇതിനടുത്ത് തന്നെ. സോ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. സോ വളരെ തോട്ട്ഫുള്ളായിട്ട് പിന്നെ അർജുൻ എനിക്ക് ശരവണ ഭവനിൽ നിന്നും പിന്നെ മസാല ദോശയും വടയും ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു നല്ല നാപ്പ് എടുത്തു, കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഫ്ലൈറ്റിലായിരുന്നല്ലോ. സോ അത് കഴിഞ്ഞിട്ട് ഒരു 5-5:30 ആയപ്പം വെളിയിൽ ഇറങ്ങി നോക്കിയപ്പം നല്ല റെയിനുണ്ട്. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പം നമ്മളൊരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവൻ്റെ അപ്പാർട്ട്മെൻറ്റ് അടുത്ത് തന്നെയാണ് റെമീസ് കഫേ ആൻഡ് ഫ്ലവർ ഷോപ്പ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഒരു കഫേ പോലെയല്ല, അത് ശരിക്കും ഒരു ഫ്ലവർ ഷോപ്പ് തന്നെയാണ്. പക്ഷേ നല്ല നല്ല പിന്നെ വെറൈറ്റി ഓഫ് കോഫി, ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടും. അപ്പം നമ്മൾ അവിടെ പിന്നെ കുറച്ച് നേരം ചിലവഴിച്ചു. പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന് വളരെ അടുത്ത് തന്നെയാണ് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ. ഒരു ട്രെയിൻ സ്റ്റേഷനാണ് ഇത്. ന്യൂയോർക്കിലെ മറ്റ് ട്രെയിൻ സ്റ്റേഷൻസിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു വലിയ ട്രെയിൻ സ്റ്റേഷനാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പോലെയൊന്നും അല്ല ഇത്. ഭയങ്കര മനോഹരമായ ആർക്കിടെക്ചർ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഫുഡ് കോർട്ടും കടകളും ഒക്കെ ഉണ്ട്. അപ്പം അത് കാണാനായിട്ട് തന്നെ നിറയെ പേര് ഇവിടെ വരാറുണ്ട്. സോ നല്ല തിരക്കുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാൻഡ് സെൻട്രൽ ട്രെയിൻ സ്റ്റേഷനാണിത്. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സോ മെയിൻ തിങ് വാസ് ഇറ്റ് ഈസ് ഇൻഡോർസ്. അപ്പം നമുക്ക് തണുപ്പും കൊള്ളണ്ട, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ട്രെയിൻ സ്റ്റേഷനകത്ത് തന്നെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള വലിയ വലിയ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ചെറിയ രൂപത്തിൽ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് പിന്നെ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചിപ്രിയാനി എന്നുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കുഞ്ഞു ഷോപ്പ് ഇവിടെ കണ്ടു. അപ്പം നമ്മൾ അവിടെ ചെന്ന് കുറച്ച് കോക്ടെയിലും പിന്നെ സ്നാക്സും ഒക്കെ തിന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അതിന് താഴെ തന്നെ ഒരു വലിയ ഫുഡ് കോർട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കരമായിട്ടൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഒരുപാട് വിധത്തിലുള്ള പിന്നെ ചീസുകൾ, മീറ്റ്, ഓലിവ്സ്, അങ്ങനെ വളരെ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഭയങ്കര വിലയിട്ടിരുന്നു. പക്ഷേ നല്ല നീറ്റായിട്ട് എല്ലാം അടുക്കി വെച്ചിരുന്നു. നല്ലൊരു കാണാൻ ഒരു നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് കേക്ക് ഷോപ്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് നല്ല സുഖമായിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഗ്രാൻഡ് സെൻട്രൽ മാർക്കറ്റ്. അപ്പോൾ എന്തുമാത്രം ചീസാണെന്ന് നോക്കിയാൽ പല വെറൈറ്റീസ് ഇതുവരെ കേട്ടിട്ടും കൂടി ഇല്ലാത്ത
ചില വെറൈറ്റീസൊക്കെ അവിടെ കാണാൻ പറ്റി. അപ്പം ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വന്നു. ഇനി നാളത്തെ എപ്പിസോഡ് നാളത്തെ അഡ്വഞ്ചേഴ്സുമായിട്ട് കാണാം. ബൈ.